ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെമീസ് പാഷൻ ഹബ്സ്. കുറച്ചധികം ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വന്നിട്ടുള്ളത് ദ മോൺസ്റ്റർ ലബൂബുവിൻ്റെ ഡ്രോയിങ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വരച്ചിട്ടുള്ള ലബൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പിക്കാൻ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ വരക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ലബൂബിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ്, നമുക്ക് ടോയ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫസ്റ്റ് തന്നെ ലബൂബിൻ്റെ കണ്ണുകളാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ലെവലിലാണോ രണ്ട് കണ്ണുകൾ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാർക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. പിന്നെ സെൻറ്ററിലായിട്ട് ഈ ഒരു നോസ് കൂടി വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും വളരെ ലൈറ്റായിട്ട് നമ്മുടെ മോൺസ്റ്ററിൻ്റെ വായഭാഗം വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് സെൻറ്ററിലെ പല്ല് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 4 പല്ലുകളും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലബൂബുവിന് 9 പല്ലുകളാണ് വരുന്നത്. ഫേസിലെ ഫീച്ചേഴ്സൊക്കെ വരച്ചതിന് ശേഷം ഫേസ് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ട് അതിലാണ് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര പെർഫെക്ഷനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ ഏതൊരു പിക്ചർ ഡ്രോ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ വളരെ ലൈറ്റായിട്ട് തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് പറ്റിക്കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് തന്നെ നമുക്കത് എറേസ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ അതിൻ്റെ പാട് നല്ല രീതിയിൽ ആ ഒരു സർഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡ്രോയിങ്ങിന് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് ചെവി വരച്ചെടുക്കാം. അപ്പോൾ ചെവി വരയ്ക്കുന്ന ടൈമിൽ കണ്ടില്ലേ, ഒരു ചെവി കുറച്ച് നീളം കൂടുതലായിരുന്നു. പിന്നെ ഞാനത് സ്കെയിൽ വെച്ച് ലെവൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് അത് ഞാൻ മായ്ച്ചിട്ട് വീണ്ടും വരച്ചിട്ടുള്ളത്. ഇനി കണ്ടില്ലേ, ആ ഒരു കണ്ണുകളുടെ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും തൊട്ട് താഴെ ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബോഡി പാർട്സ് ഇതുപോലെ സ്കെച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ലബൂബിൻ്റെ കൈയും കാലും എല്ലാം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി കാലിൻ്റെയും കൈയുടെയൊക്കെ ലെങ്ത്ത് ഒരുപോലെ ആണോ എന്ന് നോക്കാനായിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു കൈയുടെ ലെങ്ത്ത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പെൻസിൽ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ പെൻസിൽ വെച്ചിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഞാൻ ഈ ഒരു CD പെർമനൻറ്റ് മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു പിക്ചർ സ്കെച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സാധാ സ്കെച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ലൈൻസ് ആയിരിക്കും. ഇതാകുമ്പോൾ വളരെ ഫൈൻ ലൈൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബോർഡറൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ലബൂബുവിൻ്റെ ആ ഒരു ബോഡിയുടെ ഡ്രസ്സിങ് വരുന്നത് ഒരു ബ്ലാങ്കറ്റിൻ്റെ സ്ട്രക്ചറാണല്ലോ. അപ്പം ഇങ്ങനെ കുരുകുരുന്നിങ്ങനെ പുല്ല് പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെൻ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുരുകുരുന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കുറച്ച് ഇതുപോലുള്ള കുറച്ച് വരകളും കുറികളൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ. ഇനി നമ്മുടെ ലബൂബിൻ്റെ കണ്ണൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ദേ ലബൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കളർ ചെയ്ത് കാണുന്നതല്ലേ കുറച്ചും കൂടി ഭംഗി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ലൈറ്റ് കളറാട്ടോ കൊടുക്കുന്നത്. ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാട്ടർ കളറാട്ടോ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് കളേഴ്സ് കിട്ടാനായിട്ട് പെയിൻറ്റിങ്ങിൽ കുറച്ച് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വാട്ടർ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലബൂബിൻ്റെ ഫേസും ചെവിയും കാലും കൈയെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം.
അപ്പോൾ സ്കിൻ കളർ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ സ്കിൻ കളർ യൂസ് ചെയ്തിട്ട് ഫേസും ചെവിയും ഒക്കെ കംപ്ലീറ്റ്ലി കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലബൂബിൻ്റെ ഡ്രസ്സിന് കൊടുക്കുന്നത് നമ്മൾ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൊത്തം ഒന്ന് കളർ ചെയ്ത് നമ്മുടെ ലബൂബുവിനെ നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ലബൂബ് ഭയങ്കര കോസ്റ്റ്ലിയാണ് അല്ലേ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്കെന്തായാലും ഇത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാരും ഒന്ന് വരച്ച് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഒറിജിനൽ ലബൂബുവിന് ഇതേപോലെ ബ്ലഷ് ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് പിങ്ക് കൊടുത്തപ്പോൾ എനിക്ക് എത്ര ഒരു ഭംഗി ഫീൽ ചെയ്തില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്കിൻ കളറും കൂടി ആഡ് ചെയ്തതിനപ്പോൾ സെറ്റായിട്ടോ. ഇനി ഞാൻ നമ്മുടെ ലബൂബുവിൻ്റെ ഔട്ട്ലൈൻസൊക്കെ ഒന്നുകൂടി ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്ത ടൈമിൽ ചിലതൊക്കെ ഒന്ന് ഫെയ്ഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എഴുതുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മറ്റൊന്നല്ല കേട്ടോ, ലബൂബു ലബൂബു ലബൂബു. നമ്മൾ ചില ടോയ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേര് അതല്ലെങ്കിൽ ആ ടോയുടെ പേര് ഇതുപോലെ കുരുകുരുന്ന് എഴുതിയിട്ട് കാണാറില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. ഇനി നമ്മുടെ ലബൂബിൻ്റെ കണ്ണുകൾക്ക് ഇതുപോലെ വൈറ്റ് ഡോട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ വാട്ടർ കളറാണ്. അതിന് പകരം വേണമെങ്കിൽ അക്കിൾ കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലബൂബ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലബൂബ് റെഡിയായ ഉടനെ തന്നെ നമ്മുടെ കുഞ്ഞു പെണ്ണിത് കയ്യേറാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് വരച്ച് നോക്കുക, പെയിൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്കെച്ചോ പെയിൻറ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ലബൂബ് കളർ ചെയ്തെടുക്കാം. പിന്നെ വരയ്ക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ഫേസിൽ ആ ഒരു ഫീച്ചേഴ്സൊക്കെ വരയ്ക്കുക, അതിന് ശേഷം മാത്രം ഔട്ട്ലൈൻസ് ചെയ്യാം കേട്ടോ. പിന്നെ വരയ്ക്കുന്ന ടൈമിൽ ഷാർപ്പ് ചെയ്ത് വരയ്ക്കരുത്, വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.